അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഒരു ചോദ്യം. എത്ര വർഷങ്ങളായി നിങ്ങൾ ചില ദുആകൾ ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ദുആ സ്വീകരിക്കപ്പെടാത്തത് എന്ന ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു എല്ലാ ദുആയും കേൾക്കുന്നവനാണ്. പക്ഷേ ചില കാരണങ്ങൾ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമാകും. ഇന്ന് ഖുർആനും സഹീഹ് ഹദീസുകളും അടിസ്ഥാനമാക്കി അത്തരം 7 പ്രധാന കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അവസാനം പറയുന്ന കാരണം പലരും ശ്രദ്ധിക്കാത്ത ഒന്നാണ്. ഒന്നാമത്തെ കാരണം ഹറാം സമ്പാദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കാര്യം പറഞ്ഞു. അവൻ ദീർഘയാത്ര ചെയ്യുന്നു. പൊടി പിടിച്ച അവസ്ഥയിൽ കൈകൾ ഉയർത്തി യാ റബ്ബ് യാ റബ്ബ് എന്ന് ദുആ ചെയ്യുന്നു. പക്ഷേ അവൻ്റെ ഭക്ഷണം ഹറാം, പാനീയം ഹറാം, വസ്ത്രം ഹറാം, ജീവിതം ഹറാമിൽ നിന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവൻ്റെ ദുആ എങ്ങനെ സ്വീകരിക്കപ്പെടും? രണ്ടാമത്തെ കാരണം പാപത്തിൽ തുടരുകയും തൗബ ചെയ്യാതിരിക്കുകയും ചെയ്യുക. പാപം മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്നു. ആത്മാർത്ഥമായി തൗബ ചെയ്യാതെ പാപത്തിൽ തുടരുകയാണെങ്കിൽ അത് അള്ളാഹുവുമായുള്ള ബന്ധത്തെ ദുർബലമാക്കും. അതുകൊണ്ട് ദുആയോടൊപ്പം ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം. മൂന്നാമത്തെ കാരണം ഹൃദയസാന്നിധ്യമില്ലാത്ത ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ശ്രദ്ധയില്ലാത്ത ഹൃദയത്തിൽ നിന്നുള്ള ദുആ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ മനസ്സ് മറ്റെവിടെയല്ല, അള്ളാഹുവിലായിരിക്കണം. നാലാമത്തെ കാരണം ബന്ധങ്ങൾ വിച്ഛേദിക്കുക. മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ അന്യായമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഇത് വലിയ അപകടമാണ്. ബന്ധങ്ങൾ ചേർക്കാൻ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നു. അഞ്ചാമത്തെ കാരണം അധൈര്യപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ദുആ ചെയ്തു പക്ഷേ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് അധൈര്യപ്പെടാതിരുത്തോളം ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടും. അതിനാൽ അള്ളാഹുവിൻ്റെ സമയത്തെ വിശ്വസിക്കണം. ആറാമത്തെ കാരണം അള്ളാഹുവിനെ സ്തുതിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലാതെയും ദുആ ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് ദുആ ചെയ്യുന്നത് കേട്ടു. അവൻ അള്ളാഹുവിനെ സ്തുതിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്തും ചൊല്ലിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയുടെ ശരിയായ മര്യാദ പഠിപ്പിച്ചു. ഏഴാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ കാരണം നിർബന്ധമായ ആരാധനകളിൽ അശ്രദ്ധ കാണിക്കുക. 5 നേരം നമസ്കാരം അവഗണിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് ദുആ മാത്രം സ്വീകരിക്കപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. ആദ്യം അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ നിറവേറ്റാൻ നാം പരിശ്രമിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കാം. ദുആ ഉപേക്ഷിക്കരുത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് ഹലാൽ സമ്പാദ്യം തേടാം, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാം, ഹൃദയസാന്നിധ്യത്തോടെ ദുആ ചെയ്യാം, പാപങ്ങൾ ചേർത്തു നിർത്താം, ബന്ധങ്ങൾ ചേർത്ത് നിർത്താം. അധൈര്യപ്പെടാതെ അള്ളാഹുവിൻ്റെ വിശ്വാസം വയ്ക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ ദുആകളും സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരുകയും ഹലാലായ റിസ്ക് സ്വർഗവും നൽകുകയും ചെയ്യട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ഖുർആൻ ഹദീസ് ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ദിക്ർ തെറാപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.